ഇത് നഴ്സറിക്കാരുടെ സ്പെഷ്യൽ വളമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നഴ്സറിക്കാർ ഇതുവരെ പറയാത്ത നല്ല അടിപൊളി വളമുണ്ട്. അതായത് ഏത് ചെടിയും ധാരാളമായിട്ട് പൂക്കാൻ, പ്രത്യേകിച്ച് റോസൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിന് അവരിതേ ഈ ഒരു വളം ഉണ്ടല്ലോ 3 മണി അവർ മണ്ണിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക, എന്താണ് എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇതേ വെളുത്ത് മുത്തുമണി പോലെ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ നഴ്സറിയിലെ സ്പെഷ്യൽ വളം എന്ന് പറയുന്നത്. ഇതിന് അതിഗംഭീരമായിട്ടുള്ള ഗുണമാണ്. അതൊരു 3 മണി നമ്മൾ ഒരു ചട്ടിയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ അത് പൂക്കുന്നതും ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരാനായിട്ട് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത്, ഇനി വേറെ ഒരു വളം കൂടി ഉണ്ട്, അപ്പോൾ അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു വളമാക്കിയിട്ടാണ് നിങ്ങളിലോട്ട് നമ്മൾ എത്തിച്ചു തരുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചകിരി കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം പെട്ടെന്നുള്ളൊരു വാട്ടരോഗം അല്ലേ, മണ്ണിലൂടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ട്രൈക്കോഡർമ. അപ്പോൾ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള നമ്മുടെ ചകിരി കമ്പോസ്റ്റിൽ നമ്മൾ ഈ നഴ്സറിയിലെ സ്പെഷ്യലായിട്ടുള്ള 2 വളങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തുല്യമായ അനുപാതത്തിൽ മൈക്രോ ന്യൂട്രിയൻറ്റും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും റോക്ക് ഫോസ്ഫേറ്റും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും മൂലകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ഈ ചകിരി കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലാണ് നമ്മുടെ നഴ്സറിയിലെ സ്പെഷ്യൽ വളം കൂടെ നമ്മൾ ചേർത്തിട്ട് നിങ്ങൾക്കായി തരുന്നത്. മനസ്സിലായോ? നമ്മുടെ സ്പെഷ്യൽ വളം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നറിയോ? അതായത് നമ്മൾ ഇതേപോലെ 5 പിടി മണ്ണെടുക്കണം. കണ്ടോ, നമ്മൾ 5 പിടി മണ്ണെടുത്തതിലോട്ട് നമ്മുടെ സ്പെഷ്യൽ വളം തയ്യാറാക്കി വെച്ചത് 1 പിടി ഇട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഒരിക്കലും നേരിട്ടിടരുത്. 5 പിടി മണ്ണിലോട്ട് ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അതേ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ തക്കാളി ചെടിക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാറായിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇതിൻ്റെ ഇത് വേരുകളൊക്കെ കുറേശ്ശെ പുറത്ത് വന്നു തുടങ്ങി. അപ്പം നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ 1 പിടി എന്നുള്ളത്, അതിട്ട് നമ്മൾ ഇതിനങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ കുറേ വളങ്ങൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഇതിലെല്ലാ തരം വളങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമല്ല, കുറച്ച്. കാരണം നമ്മുടെ വളങ്ങളൊന്നും ഒലിച്ചു പോകാത്ത രീതിയിൽ നമ്മൾ വെള്ളം കടക്കിൽ കുറച്ച് കൊടുക്കുക. ചെടികളുടെ മേലേക്ക് നമുക്കൊന്ന് ഇത് ആക്കി കൊടുക്കാം കേട്ടോ. ചുവട്ടിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ചെടികളുടെ മേലോട്ട് നമുക്ക് ഇലകളിലോട്ടൊക്കെ കുറേശ്ശെ നമുക്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ നല്ല ഉഷാറാവും. ചെടികളുടെ മേലോട്ടും ചുവട്ടിൽ വളരെ കുറവ്, കാരണം വളങ്ങളിട്ടത് ഒലിച്ചു പോകാൻ പാടില്ല. മേലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് നമ്മുടെ നഴ്സറിയിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള ഡ്രമ്മൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രമ്മുകൾ ഇവിടെ സെറ്റാണ്. എല്ലാതരം ഫ്രൂട്ട് പ്ലാന്റ്സും സെറ്റാണ്. ഇത്രയും വലുത് പൂത്ത് കായ്ച്ച് നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് മുതൽ ചെറുത് വരെ ഉണ്ട്. അതായത് നമുക്ക് കൊറിയർ ചെയ്യാൻ പാകത്തിനുള്ളത് മുതൽ വന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതും നമുക്ക് വണ്ടിയിൽ കൊണ്ടുതരാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഡ്രമ്മ് കൊണ്ടുവന്ന് അതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാനും അല്ലെങ്കിൽ മണ്ണിൽ നമുക്ക് വന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണെങ്കിലും ഞാനും കൂടെ വന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഇത് കണ്ടോ, പേരയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഇതുമാത്രമല്ല, ഇത് നോക്കൂ, പച്ചക്കറി തൈകളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ടല്ലേ. ഇത് എല്ലാതരം പച്ചക്കറി തൈകളും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നേരിട്ട് വന്ന് വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ പച്ചക്കറി തൈകൾ കൊടുക്കുന്നത് 2 രൂപ 50 പൈസയ്ക്കും അതുപോലെ തന്നെ 3 രൂപ 50 പൈസയ്ക്കുമാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തരം ഒത്തിരി അധികം പച്ചക്കറി തൈകളുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മുളകിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നേരിട്ട് വാങ്ങാം, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാം. ഇത്രയും പോകുന്ന വഴുതന തൈകളുണ്ടല്ലോ, കണ്ടു, പൂത്ത് കായ്ച്ച് നിൽക്കുന്ന വഴുതന തൈകൾക്ക് 20 രൂപയാണ് വരുന്നത്.
അപ്പോൾ ഈ വഴുതന തൈകൾ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി വളർച്ച വന്നതുകൊണ്ട് അതിവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അമല ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് വരടിയം റോഡ്, അവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് PRS നഴ്സറി കാണാം. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊറിയർ ചെയ്ത് തരാം കേട്ടോ. ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.